നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഈ സൂപ്പ് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പൊ തണുപ്പ് സമയം ആയതുകൊണ്ട് ഈ വെജിറ്റബിളിന്റെ ഒരു സീസൺ ടൈമാണ്. അപ്പൊ ഇത് കിട്ടാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും വിറ്റാമിൻ എയും സിയും കെയും ഒക്കെ അടങ്ങിയിട്ടുള്ള ബ്രോക്കോളി വെച്ചിട്ടുള്ള സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി നുറുക്കിയ 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ സവോള ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ 10 കാഷ്യൂനട്ടും 10 ബദാമുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ സൂപ്പിന് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാഷ്യൂനട്ടും ബദാമും ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അത് കാരണം നമ്മൾ മൈദയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ബ്രൊക്കോളിയുടെ തണ്ടാണ്. അതൊരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ചെറുതായി നുറുക്കിയ ബ്രൊക്കോളിയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി, അത് വേവാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി യോജിപ്പിച്ച് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ബ്രൊക്കോളി വെന്തിട്ട് ഒരുപാട് നേരിട്ട് നമ്മൾ ഒന്ന് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കി ബ്രൊക്കോളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം മിക്സിയിലിട്ട്. ഇനി വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത ബ്രോക്കോളി നമുക്കൊരു പാനിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പാലും 1.5 കപ്പ് വെള്ളവുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. മീഡിയം തീയിലിട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ചിടാം കേട്ടോ. ഇപ്പൊ ഒരു 4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നോക്കി നമ്മളെ സൂപ്പ് ഒന്ന് കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായി നുറുക്കിയ ബ്രൊക്കോളിയുടെ കഷ്ണങ്ങളാണ്. ഇത് ഞാൻ നേരത്തെ വേവിച്ചെന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുക്കിംഗ് ക്രീമാണ് ഡെക്കറേഷന് വേണ്ടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സൂപ്പ് കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ ഉപ്പോ കുരുമുളകോ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കഴിക്കണ നേരത്ത് കൂടുതൽ ചേർത്തിട്ട് കഴിക്കുക. അപ്പം നമ്മളെ അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. ഒത്തിരി പോഷക ഗുണങ്ങളാണ്, അത് പറഞ്ഞാലൊന്നും തീരില്ല. അത്രയ്ക്കും നല്ലൊരു സൂപ്പാണ്. നമുക്ക് രാത്രിയിലെ ഒരു ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു സൂപ്പ് വേണമെങ്കിൽ ഒരു ബൗള് കുടിച്ചു കഴിഞ്ഞാൽ അത് മതിയാവും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ.